നിലവിൽ എത്തരത്തിലാണോ ടെൽ അവീവിലും ഹൈഫയിലും ജെറൂസലേമിലും ഇറാൻ ശക്തമായ ആക്രമണം നടത്തുന്നത്, അതുപോലെ തന്നെ സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലും ഒക്കെ ഇറാൻ ആക്രമണം ആരംഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ജീവഹാനി പോലും സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിൽ, പൗരന്മാർക്ക് ജീവഹാനി പോലും സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിൽ ഇറാൻ ആക്രമിക്കും എന്ന് തന്നെയാണ് പരസ്യമായിട്ട് ഇറാൻ ഇതിനോടകം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇറാൻ അമേരിക്ക സംഘർഷം ഒരു കരയുദ്ധത്തിന്റെ രൂപത്തിലേക്ക് പരിണമിക്കും എന്ന് സാധ്യത നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ ഗൾഫ് മേഖലയെ ആകെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രസ്താവനയാണ് നിലവിൽ തെഹ്റാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും രീതിയിൽ അമേരിക്ക കരയുദ്ധം ആരംഭിച്ചാൽ UAE പോലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് തെഹ്റാൻ ഇതിനോടകം തന്നെ സമീപത്തുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം അവസ്ഥയിലൊക്കെ നമ്മൾ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിലവിൽ ഏതായാലും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങളെ. അപ്പൊ പിന്നെ കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് പുതിയൊരു അക്രമം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. നിലവിൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡ്രോൺ വെച്ചുള്ള, വളരെ പഴയ മിസൈൽ വെച്ചുള്ള, വളരെ അവരെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം നിലവിൽ ഗൾഫിലേക്ക് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ അക്രമത്തിന്റെ എല്ലാ സ്വഭാവവും മാറും. നിലവിൽ എത്തരത്തിലാണോ ടെൽ അവീവിലും ഹൈഫയിലും ജെറൂസലേമിലും ഇറാൻ ശക്തമായ ആക്രമണം നടത്തുന്നത്, അതുപോലെ തന്നെ സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലും ഒക്കെ ഇറാൻ ആക്രമണം ആരംഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ജീവഹാനി പോലും സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിൽ, പൗരന്മാർക്ക് ജീവഹാനി പോലും സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിൽ ഇറാൻ ആക്രമിക്കും എന്ന് തന്നെയാണ് പരസ്യമായിട്ട് ഇറാൻ ഇതിനോടകം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇനി എന്താണ് ഇതിനുള്ള കാരണം എന്ന് നമ്മൾ അറിയണ്ടേ? വെറുതെ ഇറാൻ കയറിയിട്ട് ഗൾഫ് രാജ്യങ്ങളോട് അങ്ങനെ പറഞ്ഞതാണോ? ഒരിക്കലുമില്ല. ഇതിന്റെ കാരണമായി ഇറാന്റെ സൈനിക വക്താവ് പറയുന്നത് ഇപ്രകാരമാണ്: UAE-യുടെ ഭൂപ്രദേശങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും അമേരിക്കൻ ഇസ്രായേൽ സൈനികർ ഇറാന്റെ ആക്രമണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് എന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെഹ്റാൻ ഇത്തരം ഒരു പ്രസ്താവന ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു സാധാരണ സൈനിക സഹായമല്ല കേട്ടോ ഇത് എത്തരത്തിലാന്ന് വെച്ചാൽ ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കിടൽ, നിരീക്ഷണ സംവിധാനങ്ങൾ, ലോജിസ്റ്റിക് പിന്തുണ, ഇത്തരം കാര്യങ്ങളുടെ സജീവ പങ്കാളിത്തം നിലവിൽ UAE കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നാണ് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ള വിവരം. ഇത്തരം ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇറാൻ അവരുടെ ഭീഷണിയുടെ സ്വരം അല്പം കടുത്തതായി പ്രകടിപ്പിക്കുന്നത്. അവർ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: UAE-യുടെ മണ്ണിൽ നിന്ന് ഇറാനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൈനിക നടപടി ഉണ്ടായാൽ അതിനുള്ള തങ്ങളുടെ മറുപടി ഒട്ടും തന്നെ വൈകാതെ ഉണ്ടാകുമെന്നും, സാധാരണത്തെ പോലെ ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മിസൈൽ ആക്രമണമായിരിക്കില്ല അതൊന്നും. UAE-യുടെ സർക്കാർ സ്ഥാപനങ്ങൾ, സാമ്പത്തിക കേന്ദ്രങ്ങൾ, എണ്ണ, വാണിജ്യ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വ്യാപകമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് നേരെയായിരിക്കും തങ്ങളുടെ കടുത്ത ആക്രമണം ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ ശാന്തമായ പേർഷ്യൻ ഉൾക്കടലിൽ യുദ്ധക്കപ്പലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ ഇത്തരം ഒരു പ്രസ്താവന വന്നതോടുകൂടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു കരയാക്രമണം ഉണ്ടായാൽ അബുദാബി, ദുബൈ പോലുള്ള ആഗോള വ്യാപാര കേന്ദ്രങ്ങൾ പോലും കനത്ത വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഭീഷണിയാണ്, ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അസ്ഥിരമാകുന്നു. നിലവിൽ ഒരു ചെറിയ തീപ്പൊരി പോലും മിഡിൽ ഈസ്റ്റും പേർഷ്യയും ഉൾപ്പെടെയുള്ള മേഖലകളെ ഒരു വലിയ യുദ്ധത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതിനോടകം തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. ഇറാന്റെ ഈ മുന്നറിയിപ്പുണ്ടല്ലോ, ഇത് കേവലം അങ്ങനെ ഒരു സൈനിക പ്രസ്താവന മാത്രമല്ല കേട്ടോ, ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക മുന്നറിയിപ്പും കൂടിയാണ് ഇത് നൽകുന്നത്. അത് എത്തരത്തിലാണെന്ന് വെച്ചാൽ, ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ പറയാതെ പറയുന്നു, നിങ്ങൾ ഒന്നുകിൽ നിഷ്പക്ഷത പാലിക്കുക, അതല്ല അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗം പിടിക്കാനാണ് പരിപാടിയെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. ഇത് തന്നെയാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന താക്കീത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്ത് നടക്കും എന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അമേരിക്കയുടെ നീക്കങ്ങൾ, ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട്, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചേർന്ന് തന്നെയാണ് അടുത്ത പുതിയ ഘട്ടം, അതായത് കരയുദ്ധത്തിന്റെ ഒരു ഘട്ടം പൂർണ്ണമായിട്ടും തീരുമാനിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഒന്നും സംഭവിക്കാതിരിക്കാൻ എല്ലാ രാജ്യങ്ങളും ആഞ്ഞു പരിശ്രമിക്കുമ്പോഴും ഇറാന്റെ ഇത്തരം മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം എന്ന് പറയുന്നത് പലപ്പോഴും
ഒരു നൂല് പോലെയാണ്. ഒരു ചെറിയ കാറ്റ് മാത്രം മതി ആ നൂല് പൊട്ടി അശാന്തി പടരാൻ. എന്തായാലും യുദ്ധങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരെയും പോലെയും നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ആ ഭാഗത്തുള്ള ഏതൊരു പ്രതിസന്ധിയും നമ്മുടെ അടുക്കള വരെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.